നമസ്കാരം. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ പൊതുവെ കഴിഞ്ഞ 2-3 മാസമായിട്ട് തൊഴിൽപരമായിട്ടും ദേഹപരമായിട്ടും മാനസികമായിട്ടുള്ള സ്വസ്ഥതക്കേടുകൾക്ക് സ്വല്പം ആശ്വാസം ഉണ്ടായിത്തീരുവാനിടയുണ്ട്. ഒരുപക്ഷെ ചികിത്സ വേണ്ട വിധത്തിൽ ലഭിക്കുക, ജോലിപരമായിട്ട് കുറച്ചൊരു സമാധാനപരമായിട്ട് ജോലി ചെയ്യാൻ അവസരങ്ങൾ ഉണ്ടാവുക, പിന്നെ കുറച്ചൊക്കെ തന്നെ ഇത് ഇങ്ങനെയാണ് ഒരു വർഷത്തേക്ക് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുക, കൂടുതൽ സമയം 1-2 മണിക്കൂർ ദിവസവും കൂടുതൽ പ്രയത്നിക്കുക, ഇവയൊക്കെ തന്നെ ഏറെക്കുറെ സമാധാനത്തിന് വഴിയൊരുക്കുവാനാണ് സാധ്യത കാണുന്നത്. പലപ്പോഴും ഇതിന്റെ വെളിച്ചത്തിൽ പുതിയ ഭരണ സംവിധാനം പ്രായോഗികമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഉടമസ്ഥരെ ധരിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. എന്നിരുന്നാൽ പോലും ഒന്നും കൂടി പരിശ്രമിക്കൂ എന്ന നിർദ്ദേശങ്ങൾ അവരിൽ നിന്നും വന്നു ചേരും. എന്നിരുന്നാലും കഴിവിന്റെയും പ്രയത്നത്തിന്റെയും അല്ലെങ്കിൽ ബുദ്ധിയുടെയും പ്രയത്നത്തിന്റെയും അനുസരിച്ച് പ്രവർത്തിക്കാൻ സന്നദ്ധതയോടുകൂടി പ്രവർത്തിക്കാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. നിർത്തിവെച്ച ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 3-4 മാസമായിട്ട് തുടങ്ങി വെച്ചിരുന്നു. ചിങ്ങമാസത്തിൽ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ തക്കവണ്ണം പണികളെല്ലാം ദ്രുതഗതിയിലാക്കുവാൻ വേണ്ടപ്പെട്ടതായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുവാൻ ഇടവരും. നിലവിൽ പഠിച്ചു വരുന്ന പാഠ്യപദ്ധതികൾക്ക് ജോലി സാധ്യതകൾ വളരെ കുറവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വികസിത രാഷ്ട്രത്തിലേക്ക് ഉപരിപഠനത്തിന് അപേക്ഷകൾ നൽകിയതിൽ അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കുവാനും ഈ മാസത്തിൽ തന്നെ അവിടെ എത്തിച്ചേരുവാനും സാധ്യതയുണ്ട്. പലപ്പോഴും നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ചില ജോലിക്കാർക്കെല്ലാം അസ്വാരസ്യങ്ങൾ ഉണ്ടാകും. എന്നിരുന്നാലും അഹോരാത്രം പ്രവർത്തിക്കുക എന്ന മാനസികമായിട്ട് ഒരു ദൃഢത്തോടു കൂടിയതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഗുണകരമായി തീരുവാൻ തന്നെയാണ് യോഗം കാണുന്നത്. ഭക്തി ശ്രദ്ധാപുരസരം ചെയ്യുന്ന കാര്യങ്ങളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കും. അസാധ്യമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും അഹോരാത്രം പ്രവർത്തിക്കുന്നത് വഴി സാധ്യമാകുവാനിടയുണ്ട്. പുതിയ അവതരണ ശൈലിയിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ അവസരം വന്നു ചേരും. ദീർഘവീക്ഷണത്തോടുകൂടി ഒരുപക്ഷെ 2025, 2026 എന്നീ വർഷങ്ങളിൽ പൂർത്തീകരിക്കുന്ന പദ്ധതികളൊക്കെ തുടക്കം കുറിക്കുവാനോ കരാർ ജോലികൾ ഒപ്പുവെക്കുവാനോ അതല്ല വേണ്ടപ്പെട്ടവർ ഏറ്റെടുക്കുന്ന പദ്ധതികളുടെ ഉപവിഭാഗം ഏറ്റെടുക്കുവാനും സാഹചര്യങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. പലപ്പോഴും തീർത്തും അവിചാരിതമായിട്ട് തന്നെ മറന്നുകിടപ്പുള്ള പല കാര്യങ്ങളും ഓർമ്മിച്ച് പ്രവർത്തിക്കുന്നത് വഴി വളരെയധികം ഉള്ളൊരു അബദ്ധങ്ങളെ അതിജീവിക്കുന്നതിന് പോലും സാധ്യതയുണ്ട്. വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിച്ച് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ ഇടവരും. വർഷങ്ങളായിട്ട് പലവിധത്തിലുള്ള ചികിത്സകൾ നടത്തുന്നു, എന്നാൽ അതിനൊന്നും രോഗശമനം വരാത്തതിന്റെ വെളിച്ചത്തിൽ ഇതരമായിട്ടുള്ള ചികിത്സാ രീതികളായിട്ടുള്ള ഹോമിയോ, പ്രകൃതി ചികിത്സ, ആയുർവേദം മുതലായവയൊക്കെ തന്നെ തുടങ്ങി വെക്കേണ്ടതായ സാഹചര്യങ്ങൾ മാസത്തിന്റെ രണ്ടാമത്തെ പകുതിയിൽ തന്നെ ഉണ്ടാകുവാൻ ഇടയുണ്ട്. സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് അനുകൂലമായിട്ടുള്ള അംഗീകാരം ലഭിക്കും. പുണ്യതീർത്ഥ ഉല്ലാസ യാത്രകൾ മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ജനമധ്യത്തിൽ പരിഗണന ലഭിക്കുവാനിടയുള്ളത് കൊണ്ട് വളരെ ക്ഷമയോടുകൂടിയും ആത്മസംയമനത്തോടുകൂടിയും അവരുടെ ഹിതം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരുവാനിടയുണ്ട്. സാമ്പത്തികമായിട്ടുള്ള മേഖല വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കൂട്ടുകെട്ടുകളിൽ നിന്നും അബദ്ധങ്ങൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. സഹപ്രവർത്തകരുടെ ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തന ശൈലി ജീവിതത്തിൽ പകർത്തുവാനും തൊഴിൽ മണ്ഡലങ്ങളിൽ അവലംബിക്കുവാനുമുള്ളൊരവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ഇതര ഭാഷാ പഠനത്തിന് അഥവാ വിദേശത്തുള്ള ഒരു ഭാഷാ പഠനത്തിന് സ്വയമേവ തയ്യാറാകുന്നത് ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനിടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന ചിലർക്ക് ജോലി നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ടെന്ന് സൂചന ലഭിച്ചതിനാൽ മറ്റ് ജോലികൾക്ക് അപേക്ഷ നൽകുവാൻ അവസരം വന്നു ചേരും. വാഹനം മാറ്റി വാങ്ങുവാനുള്ള സാധ്യതകളുണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ ഗൃഹനിർമ്മാണം എന്ന സങ്കല്പം പൂർത്തീകരിക്കുക എന്ന സാഹചര്യങ്ങളെ കൊണ്ട് തൽക്കാലത്തേക്ക് മാറ്റിവെക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്.
അതുല്യ പ്രതിഭകളുടെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ചിലതെല്ലാം അനുവർത്തിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാൻ അവസരം വന്നു ചേരും. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയതായിട്ടുള്ള പ്രാർത്ഥനകളും ആശയങ്ങളൊക്കെ തന്നെ സ്വയമേവ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ നയിക്കാൻ അവസരം വന്നു ചേരുവാനും ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള തൊഴിൽ മണ്ഡലങ്ങൾ ഏറ്റെടുത്ത് അവലംബിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ഉടമസ്ഥരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാനും ഒരു പക്ഷെ ഇതിന്റെ വെളിച്ചത്തിൽ മുമ്പുണ്ടായിരുന്ന മേലധികാരികൾ തുടങ്ങി വെച്ചതായിട്ടുള്ള പ്രസ്ഥാനത്തിന് ഉയർന്ന പദവിയോടുകൂടിയതായിട്ട് മറ്റൊരു ഉദ്യോഗത്തിന് അവസരം വന്നു ചേരുവാനും സാധ്യതയുണ്ട്. വിദേശത്ത് സ്ഥിരതാമസമാക്കുവാൻ ഒരു അനുമതി ലഭിക്കുന്നത് വഴി ഇനി മുതൽ മാസങ്ങൾക്ക് ശേഷം മാതാപിതാക്കളെ അവിടേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിടവരും. പുതിയ കരാർ ജോലികൾ ഒപ്പുവയ്ക്കുവാൻ അവസരം ഉണ്ടാകുമെങ്കിൽ പോലും ഒരു പരിധിയിലധികം പണം കുറച്ചുകൊണ്ട് ഏറ്റെടുക്കുന്നത് അത്ര ഗുണകരമല്ലാത്തതാണ്, അഥവാ നഷ്ടകഷ്ടങ്ങൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതുമാണ്. നിലവിലുള്ള ജോലിയോടൊപ്പം തന്നെ ഉപരിപഠനത്തിന് ചേരുവാനൊരവസരം സ്വീകരിക്കുന്നത് നന്നായിരിക്കും. എന്നാൽ തൊഴിലധിഷ്ഠിതമായിട്ടുള്ള ഹ്രസ്വകാല പാഠ്യപദ്ധതികൾക്ക് ചേരുന്നതായിരിക്കും കൂടുതൽ അഭികാമ്യം എന്നുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക തന്നെയായിരിക്കും നന്നാവുക. കഫ നീർദോഷ രോഗപീഠകളെ കൊണ്ട് 1-2 ദിവസം അവധിയെടുക്കുവാനോ അഥവാ ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ കഴിഞ്ഞ 3-4 മാസമായിട്ട് തുടരെ നഷ്ടകഷ്ടങ്ങൾ സംഭവിക്കുന്നതിനാൽ ഒരുപക്ഷെ വ്യാപാര സ്ഥാപനം മറ്റുള്ളവർക്ക് കൈമാറിയാലോ എന്ന് പോലും ഒരു മാനസികമായിട്ടുള്ള ഒരു മാനസാന്തരം വന്നു ചേരുവാനിടയുണ്ട്. അർദ്ധ മനസ്സോടുകൂടി ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ അവസരം വന്നു ചേരും. സജീവ സാന്നിധ്യത്താൽ എല്ലാ വിധത്തിലുള്ള മാർഗതടസ്സങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടവരും. കാർഷിക വിളകളിൽ അനുകൂലമായിട്ടുള്ള വിളവെടുപ്പുകളൊക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നത് വഴി ഈ ഒരു പാത തുടരുവാനുള്ള തീരുമാനിക്കുവാനിടവരും. ഒരു പക്ഷേ ഇനിയുള്ള കൃഷി രീതികൾക്ക് കൃഷി വകുപ്പിന്റെ പൂർണ്ണ പിന്തുണയും ആധുനിക സംവിധാനവും ആത്മാർത്ഥ സുഹൃത്തിന്റെ സാമ്പത്തികമായുള്ള സഹായവും ഇതിന് ബൃഹത്തായിട്ടുള്ള കൃഷി രീതികൾക്ക് തുടക്കം കുറിക്കുന്നതിന് ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിന്റെ സാഹചര്യത്തിലോ ആരാധനാലയ ദർശനം നടത്തുന്ന സാഹചര്യത്തിലോ പുതിയ സ്നേഹബന്ധങ്ങൾ ഉടലെടുക്കുവാനും ഇതിന്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ ക്രിയാത്മകമായി പ്രവർത്തിക്കുവാനുള്ള ഒരു നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാനും ഇടയുണ്ട്. ആശയവിനിമയങ്ങളിൽ അപാകതകൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. സഹപാഠികളോടൊപ്പം ഉപരിപഠനത്തിന് അവസരങ്ങൾ വന്നു ചേരും. അമിതമായിട്ടുള്ള ആത്മവിശ്വാസമാവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. മംഗളകർമ്മങ്ങളിൽ സജീവ സാന്നിധ്യം വേണ്ടിവരും. ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കാൻ സാധിക്കും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കുവാനും ശമ്പള വർധനവ് മുൻകാല പ്രാബല്യത്തോടുകൂടി ലഭിക്കുവാനും സാധ്യത കാണുന്നുണ്ട്. ബന്ധുമിത്രാദികളുടെ അപ്രതീക്ഷിതമായിട്ടുള്ള മറ്റൊരു രാജ്യത്തിലേക്ക് പോകുന്നതിന്റെ വെളിച്ചത്തിൽ സ്വല്പം മനോവിഷമം ഉണ്ടാകുമെങ്കിൽ പോലും പ്രകൃതി നിയമമാണെന്ന് മനസ്സിലാക്കേണ്ടതുമാണ്. സുഹൃത്തുക്കൾ മുഖാന്തരം വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള ആശയങ്ങൾ വന്നു ചേരുവാൻ ഇടവരുമെങ്കിൽ പോലും പണം മുതൽ മുടക്കിയുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും യുക്തിപൂർവ്വം പിന്മാറുക തന്നെയായിരിക്കും ഏത് പ്രകാരത്തിലും നന്നായിരിക്കുക. നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ചില രേഖകൾ തിരിച്ചു ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. വേണ്ടപ്പെട്ടവരുടെ വിഷമാവസ്ഥകൾക്ക് ശാശ്വത പരിഹാരം നൽകുവാൻ സാധിക്കുന്നത് വഴി, നിർദ്ദേശങ്ങൾ നൽകുവാൻ സാധിക്കുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും ഉണ്ടായിത്തീരും. ബന്ധുമിത്രാദികളുടെ നിർബന്ധത്താലും അച്ഛനമ്മമാരുടെ ആഗ്രഹത്താലും സഹോദരങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ച മനോഭാവം, വസ്തുതർക്കത്തിൽ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കാൻ അവസരം വന്നു ചേരും.
പലപ്പോഴും പല വിധത്തിലുള്ള പ്രലോഭനങ്ങൾ വന്നു ചേരുമെങ്കിൽ പോലും ജീവിത യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ യോഗം കാണുന്നുണ്ട്. മക്കൾക്ക് തന്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയതായുള്ള ഒരു ഉദ്യോഗം ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. വേറെ ചിലർക്ക് വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പുത്രപൗത്രാദികൾക്ക് അവധി ലഭിക്കാൻ സാധ്യതകൾ വളരെ കുറവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ രാജ്യത്തിലേക്ക് ഓണാഘോഷത്തിനായിട്ട് ഈ ഒരു മാസത്തിൽ തന്നെ യാത്രയ്ക്ക് തയ്യാറാകുവാൻ സാധ്യത കാണുന്നുണ്ട്. പലപ്പോഴും ഭരണപാഠവും ഒക്കെ ശരിയാണെങ്കിൽ പോലും പ്രായോഗിക വശം ചിന്തിച്ച് മാത്രമേ പ്രവർത്തന തലത്തിൽ അവലംബിക്കാവൂ, അല്ലാത്ത പക്ഷം പരാജയം സംഭവിക്കുവാൻ സാധ്യതയുണ്ട് എന്നുകൂടിയാണ് ഈ ഒരു ഓഗസ്റ്റ് മാസത്തിലെ വിശാഖ നക്ഷത്രം ജനിച്ചവരുടെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ.